ഗൈസ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, അതായത് ഞാൻ ഭയങ്കര ഫാൻ ബേസ് ആയിട്ടുള്ള വണ്ടിയാണ് പ്രാഡോ എന്ന് പറയുന്നത്. അതിൽ തന്നെ പെട്രോൾ V6 എഞ്ചിൻ വരുന്ന ഒരു കിടിലൻ വണ്ടിയാണ്. അത് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് KL8 രജിസ്ട്രേഷനിലാണ് നിൽക്കണം. അപ്പോൾ ഇത് ഹരിയാനയിൽ നിന്നും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെൻറ്റ്സോ ആക്സിഡൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടിക്ക് വന്നിട്ടില്ല. ടയർ കണ്ടീഷനൊക്കെ ഓൾമോസ്റ്റ് എന്താ പറയുക, ഒരു 80-90% ടയർ അവൈലബിൾ ആണ് വണ്ടിക്ക്. വേറെ സൈഡ് ബോഡി അതിൽ വണ്ടി മൊത്തത്തിൽ കാണാൻ അതിലൊരു പ്രത്യേക ഒരു ലുക്കാണ്. ഇപ്പോൾ രാവണപ്രഭു സിനിമയിൽ മോഹൻലാലിൻ്റെ ഉണ്ടായിരുന്ന അതേ കളർ, സിൽവർ കളർ പ്രാഡോ അതിൽ കാണിക്കുന്നുണ്ട്. സിൽവർ അല്ല, വൈറ്റ് ആണെന്ന് തോന്നുന്നുണ്ട് വണ്ടി. അപ്പോൾ ഇതിൽ വേറെ റീപ്ലേസ്മെൻറ്റ് ഇല്ല. ഇത് 2009 മോഡൽ V6 എഞ്ചിനിലാണ് വരുന്നത്. ഇതിൻ്റെ എയർ സസ്പെൻഷനൊക്കെ പണിത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പ്രസൻ്റ്ലി എയർ സസ്പെൻഷൻ വർക്കിംഗ് ആണ്. ഇതിൻ്റെ ലാസ്റ്റിൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇനി ഇൻറ്റീരിയറിൽ വരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സീറ്റ് അപ്പോൾസ്റ്ററി കാര്യങ്ങളൊക്കെ അത്രയും എക്സ്ട്രാ പെർഫെക്റ്റ് ആയിട്ട് കിടക്കുന്നത്. ഇപ്പോൾ ലോക്കൊന്ന് അൺലോക്ക് ചെയ്യും. അപ്പോൾ റിമോട്ട് ലോക്ക് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. പിന്നെ എല്ലാ ബാഡ്ജിങ്ങും വണ്ടിയും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇലക്ട്രിക്കൽ സീറ്റ്, പിന്നെ എന്താ പറയുക, മിറർ ഫോൾഡിങ്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ഇലക്ട്രിക്കലാണ് ഈ വണ്ടിയുടെ വരുന്നത്. അപ്പോൾ അന്നേ, അതായത് 2009 തന്നെ ശരിക്കും ഇന്ന് ഇറങ്ങുന്ന ഒരു പ്രീമിയം വണ്ടിയിൽ വരുന്ന എല്ലാ ഫെസിലിറ്റീസോടും കൂടിയാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. പിന്നെ സീറ്റ് കവറും നല്ല രീതിയിൽ ന്യൂ രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ലെതർ അപ്പോൾസ്റ്റി സീറ്റ് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. സൺറൂഫ് അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങൾ. ഇപ്പോൾ ടയർ കണ്ടീഷൻ, ഇപ്പോൾ ബാക്ക് റിയർ ടയറിൽ വരാണെന്നുണ്ടെങ്കിലും 90%ഓളം ടയറും വണ്ടിക്ക് അവൈലബിൾ ആണ്. KL8 രജിസ്ട്രേഷനിൽ എടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം കാണാനായിട്ട്. പിന്നെ 7766 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാൻസി നമ്പർ, ബാക്ക് വൈപ്പർ, ടൊയോട്ട ലാൻഡ് ക്രൂസറിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ലോഗോയും ഇവിടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ പെട്രോൾ എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ്റെനൻസ് വളരെ ലോ ആയിരിക്കും. അപ്പോൾ ഈ പ്രാഡോനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്യാവശ്യം ബഡ്ജറ്റുള്ളവരായിരിക്കും പ്രാഡോ ഒക്കെ നമ്മൾ സെർച്ച് ചെയ്ത് വണ്ടി വാങ്ങുന്നത്. അപ്പോൾ പ്രാഡോ വാങ്ങാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ സംഭവം തൃശ്ശൂർ ടൗണിൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. ഒളരി എന്ന് പറയുന്നൊരു സ്ഥലത്താണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റീല് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടായിരിക്കും നിങ്ങൾ മേ ബി ഇതിൻ്റെ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടാവുക. സോ കൂടുതൽ പ്രാഡോയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പർ എത്രയും വിളിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക. സോ എക്സാക്ട്ലി നമ്മൾ പറയാറുള്ള പോലെ തന്നെ ഇതൊരു ഫാമിലി യൂസ്ഡ് കാറാണ്. അവരുടെ വീട്ടിൽ പോയാൽ നമുക്ക് വണ്ടി കാണാം. പ്രൈസ് നമ്മൾ നെഗോഷ്യബിൾ ആണ്. പ്രൈസ് എത്രയാണെന്നുള്ളതും ഇതിൻ്റെ എക്സാക്റ്റ് ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതൽ അറിയുകയും ചെയ്യാം. സോ എത്രയും വിളിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്